അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണിലെ പീള അതുണ്ടായാൽ വുളൂ ശരിയാകുമോ എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സംശയമാണ്. ആ പീള നീക്കിയാൽ മാത്രമേ വുളൂ ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ കുളി ശരിയാവുകയുള്ളൂ എന്നുള്ളത്. വുളൂവിനെ കുറിച്ച് പറയുന്നിടത്ത് കൃത്യമായി പറയുന്നുണ്ട്, വാൽക്കണ്ണിനെയും കൺകുഴിയെയും, മൂക്കിനോട് അടുത്ത് വരുന്നതാണ് കൺകുഴി, ഈ ലാസ്റ്റ് ഭാഗത്ത് വരുന്നതാണ് വാൽക്കണ്ണ്. ഈ രണ്ട് ഭാഗങ്ങളെയും സൂക്ഷിച്ച് കഴുകൽ, അവൻ്റെ രണ്ട് വശങ്ങളിലുള്ള ചൂണ്ടുവിരൽ കൊണ്ട് അതിനെ സൂക്ഷിച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ് എന്ന് കിതാബുകളിൽ വ്യക്തമായി കാണാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സുന്നത്ത് എപ്പോഴാണ്? വെള്ളം ചേരലിനെ തടയാത്ത തരത്തിലുള്ള കൺപീളയുള്ളപ്പോഴാണ് സുന്നത്തുള്ളത്. കൂടുതൽ ആളുകൾക്കും ഒരു ജലത്തിൻ്റെ നിറത്തിൽ അല്ലെങ്കിൽ വെള്ള പച്ചയായ കൺപീളയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന തരത്തിലുള്ള കൺപീളയായിരിക്കും ഉണ്ടാവുക എങ്കിൽ അവിടെ അത് വെള്ളം ചേരലിനെ തടയുന്നതല്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ അതിൻ്റെ അടിയിലൂടെ വെള്ളം എത്തുന്നുണ്ട്. ഇനി ചില ആളുകൾക്ക് രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അല്ലെങ്കിൽ ഉണങ്ങിയ ഒട്ടിയ രൂപത്തിലുള്ള കൺപീളയുള്ള ആളുകളുണ്ടാകും. അങ്ങനെയുള്ള കൺപീളയാണെങ്കിൽ അതിനെ നീക്കിയതിന് ശേഷം മാത്രമേ ശരിയാവുകയുള്ളൂ. അതിൻ്റെ താഴെ കഴുകൽ നിർബന്ധമാണ്. നമുക്കൊക്കെ അറിയാം, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ നമ്മൾ പറിച്ചെടുക്കുന്ന കൺപീള, അതുപോലെ തന്നെ അല്ലാത്ത സമയത്ത് ഉറങ്ങിയാലോ മറ്റോ ഒക്കെ ആയിട്ട് പറിച്ചെടുക്കുന്ന ആ ഒരു ഭാഗത്ത് വെള്ളം ചേരലിനെ തടഞ്ഞു നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന കൺപീളയാണെങ്കിൽ അതിൻ്റെ ആ കൺപീള നീക്കിക്കൊണ്ട് കഴുകൽ നിർബന്ധമാണ്. അല്ലാത്ത കൺപീളയെക്കുറിച്ച് ആണ് സുന്നത്താണ് കഴുകൽ എന്നുള്ള രൂപം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൺപീള ഉള്ള സമയത്ത് അത് ഒട്ടി നിൽക്കുന്നതാണെങ്കിൽ കഴുകൽ നിർബന്ധമാണ്. നീങ്ങുന്ന വെള്ളത്തെ ചേരലിനെ തടയാത്ത തരത്തിലുള്ള കൺപീളയാണെങ്കിൽ അവിടെ കഴുകൽ സുന്നത്തുമാണ്. ഈ കൺപീളയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴാണ് കണ്ണിൻ്റെ ഉള്ളു കഴുകേണ്ടതുണ്ടോ എന്നുള്ളത്. കണ്ണിൻ്റെ ഉള്ളു കഴുകൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കണ്ണിൻ്റെ ഉള്ളു കഴുകൽ കറാഹത്താണ് എന്ന് വരെ പറയുന്നുണ്ട്. മാത്രവുമല്ല, കണ്ണിൻ്റെ ഉള്ളു കഴുകേണ്ട ഒരേ ഒരു സമയം അത് നജസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. നജസ് ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധിയാക്കാൻ വേണ്ടി കണ്ണിൻ്റെ ഉള്ളു കഴുകാമെന്നല്ലാതെ കണ്ണിൻ്റെ ഉള്ളു കഴുകണം എന്ന് ഈ കൺപീളയുടെ വിഷയം പറയുമ്പോൾ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഉള്ളു കഴുകേണ്ടതില്ല, കഴുകൽ കറാഹത്താണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നല്ല നല്ല അറിവുകൾ ഇനിയും നമുക്ക് പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. വളരെ ഹ്രസ്വമായി ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാ ആളുകളുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടെ. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു ഖൈർ, ബറക്കത്ത്, സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഗുഡ് ന്യൂസ് പാത്തിൻ്റെ നല്ലവരായ ശ്രോതാക്കൾ, അവരുടെയൊക്കെ ജീവിതം എല്ലാ നിലക്കും അള്ളാഹു സന്തോഷത്തിലും വിജയത്തിലുമാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.